അകക്കണ്ണില്ലല്ലോ നിന്റെ വീഡിയോ ക്യാമറയ്ക്ക്. എന്താ കൊച്ചുമ്മ? വീഡിയോ ക്യാമറയ്ക്ക് അകക്കണ്ണില്ലല്ലോ എന്ന്. അതെ മോളെ, ഇവരെ അറിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ അവരോടൊപ്പം സഞ്ചരിക്കണം. നീ അവരെ സ്നേഹിക്കണം. എന്റെ മദർ ഇന്ന് രാവിലെ ഞാൻ അവനെ പാടിപ്പിച്ചതാ. ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ പാടുന്നില്ല. പരിപാടി ഇല്ലാഞ്ഞിട്ടായിരിക്കും മാർക്കോസേ. അല്ലെന്ന്, പൊട്ടലും ചീറ്റലെങ്കിലും കേക്കണ്ടേ? ആ, പൊട്ടലും ചീറ്റലും കേൾക്കണം. ഇന്ന് ഞാൻ അവനെ പാടിക്കും. മരിയാന, ഇത് മാർക്കോസ്. മാർക്കോസ് അല്ല, മർഫി മാർക്കോസ്. റേഡിയോ മെക്കാനിക്കാ. ഞാൻ മർഫിക്ക് നല്ലൊരു കൊച്ചു റേഡിയോ തരാം. എന്തിന്? എനിക്ക് പാട്ട് കേൾക്കാനല്ല റേഡിയോ, എനിക്ക് പാടിപ്പിക്കാനാ റേഡിയോ. ഞാനൊരു റേഡിയോ മെക്കാനിക്കാ. നിന്റെ റിസർച്ച് സബ്ജക്ട് ഫൈൻ എസ്തറ്റിക്സ് ഇൻ മെന്റലിയിൽ മാനസിക രോഗിയിലെ കലാവാസന എന്നതല്ലേ? മോള് ചപ്പാത്തി കഴിക്കുമോ രാത്രിയില്? എന്തായാലും മതി ചേർത്തി. എന്താ ഉഷേ? ഉഷ നന്നായി തയ്ക്കും. ഉഷ തയ്യൽ മെഷീൻ എന്നാ ഞങ്ങൾ ഇവൾക്ക് പേരിട്ടിരിക്കുന്നത്. തയ്ച്ചാലും തയ്ച്ചാലും മതി വരാത്ത ഞങ്ങളുടെ ഉഷ. മനസ്സിനെ ചികിത്സിക്കാൻ ഏറ്റവും നല്ല മെഡിസിനാ ഇവിടുത്തെ നേച്ചർ, അല്ലേ കൊച്ചുമ്മ? ഇവിടെ ചികിത്സയൊന്നുമില്ല മോളെ. എ സോർട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ, പുനരധിവാസം എന്നൊക്കെ പത്രക്കാർ പറയാറില്ലേ? ഇവിടുത്തെ മെഡിസിൻ ലവ് തെറാപ്പി. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. ആർക്കും ഇവിടെ ഉള്ളവരെ ആവശ്യമില്ല. ഞങ്ങളായി, ഞങ്ങളുടെ ലോകമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാമി സിദ്ധാർത്ഥ സ്വാമി. ഹല്ലേലൂയ. പരിചയപ്പെടുത്താം സ്വാമിയെ. സമയമെടുക്കും. നിന്റെ വീഡിയോ മനസ്സിനും എൻ്റെ വിശ്വാസങ്ങൾക്കും അപ്പുറത്താണ് സ്വാമിയുടെ സഞ്ചാരം. 4 വർഷം മുമ്പ് ഒരു ഞായറാഴ്ച കുർബാന കേട്ടുകൊണ്ടാണ് ഞാനിവിടെ ചാർജ് എടുത്തത്. കർത്താവിൻ്റെ തിരുവത്താഴ സന്ദേശത്തിന് അംഗീകാരം കൊടുത്തുകൊണ്ടുള്ള പള്ളിമണി കേട്ട് യാദൃച്ഛികമായി തിരിഞ്ഞു നോക്കിയതാ. കാവ്യ വസ്ത്രമെടുത്ത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുഖമുള്ള അന്ന് വരെ ഞാൻ മനസ്സിലാക്കാത്തൊരു പുത്തൻ വേദാന്തം. അതാണ് നിന്റെ വീഡിയോയ്ക്ക് വിലക്ക് കൽപ്പിച്ച സിദ്ധാർത്ഥ സ്വാമി. പള്ളിമേടയിൽ പതിവായി കുന്തിരിക്കും പുകയ്ക്കും സ്വാമി. ആളൊഴിഞ്ഞ പള്ളിമേടയിൽ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും നിവർത്തിവെച്ച് കർത്താവിനോട് തർക്കിക്കും സ്വാമി.